എല്ലാവർക്കും B40യിലേക്ക് സ്വാഗതം. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ എ, ബി, സി എന്നിവയുടെ കലവറയാണ് ഇത്. ഇത് മണ്ണിലോ ചട്ടിയിലോ ബക്കറ്റിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാവുന്നതാണ്. വെള്ളം നനച്ച് കൊടുത്ത് ഇത്തിരി വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ജൈവവളം മാത്രം ചെയ്ത് നല്ല രീതിയിൽ വളർത്തി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ തണ്ട് ഇതേപോലെ പറിച്ചെടുത്ത് അത് മണ്ണിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടാണ് പുതിയ ചെടികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഓരോ തണ്ടും ഇങ്ങനെ നീളമുള്ള തണ്ട് പറിച്ചെടുത്ത് നമുക്ക് നടാവുന്നതാണ്. മണ്ണ് നന്നായി ഇളക്കിയിട്ട് നനച്ച് കൊടുത്ത് ഇതുപോലെ ചെറിയ കുഴികളെടുത്ത് ഈ പറിച്ച തണ്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ ധാരാളമായിട്ട് അത് ഉണ്ടായിക്കോളും. കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര. വൃക്ക സംബന്ധമായ രോഗമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അഗസ്ത്യച്ചീര കഴിഞ്ഞാൽ വൈറ്റമിൻ എ ഏറ്റവും കൂടുതലുള്ളത് പൊന്നാങ്കണ്ണി ചീരയിലാണ്. വൈറ്റമിൻ എയുടെ കാര്യത്തിൽ പൊന്നാങ്കണ്ണി ചീരയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതേപോലെ ഇലയെല്ലാം നുള്ളി എടുത്ത് മാറ്റിയതിന് ശേഷം ഈ തണ്ടും നടാവുന്നതാണ്. ഇല നമുക്ക് കറി വയ്ക്കാനും ഉപയോഗിക്കാം. തണ്ട് എടുക്കുകയും വേണ്ട, തണ്ട് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇല കറിയും വയ്ക്കാം. ഇല 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രമേ എടുത്ത് കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് അരപ്പ് ഒക്കെ തിരുമ്മി ഇങ്ങനെ വേവിക്കാൻ എടുത്തതിന് ശേഷം മൂടി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് 15 മിനിറ്റെങ്കിലും വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കുക, ഉപയോഗിക്കുക. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഈ ഇല എല്ലാവരും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നന്ദി.